birthday, Kutus. മതിവളവ് സിനിമ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴി. അപ്പൊ ഇന്നത്തെ എന്റെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. പണം 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 പോട്ടെ പവർ വരട്ടെ. ഫോണിലിരിക്കണോ എന്റെ ഫോണിലാണ്. എത്രയോ ജന്മ ഉറങ്ങിയില്ലേ ഉറങ്ങിയില്ലേ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ആരുടെ ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാത്രി 12 മണി, രാത്രിയല്ല വെളുപ്പാങ്കാലത്ത് 12 മണിക്ക് സുമതി വളവ് കണ്ടിട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് പറയുന്നത്. അപ്പം വരുന്ന വഴിക്ക് ATMയിലൊക്കെ കയറിയിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലിരിക്കുന്നതാണ് എൻ്റെ ബെല്ല. ഇങ്ങനെ നമ്മൾ എവിടെ പുറത്ത് പോയിട്ട് വന്നാലും ഇങ്ങനത്തെ കുറച്ച് സ്വീകരണ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും താഴെ ഇറങ്ങാറുള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയില്ല, ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്താണോ അത് ഞാനിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ നല്ല ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ അടഞ്ഞും പതുങ്ങിയും തുറന്നും ഒക്കെ വരുന്നത്. എന്തായാലും എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കി പരിപാടികളൊക്കെ രാവിലെ നമുക്ക് തുടങ്ങാം. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ പറയല്ല, പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. ഞാൻ പിന്നെ അടുത്ത വീട്ടിൽ പോയി വെള്ളമൊക്കെ കോരി കുളിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ പോയത്. ക്ഷേത്രത്തിലൊരു സ്പെഷ്യലായിട്ടുള്ള ഡേ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ എന്നല്ല ഞാൻ പറയാൻ പോണത്, അവിടെ നിറപ്പുത്തരി ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഗണപതി ക്ഷേത്രത്തിലാണ് പോയത്. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു, കാരണം സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഉണ്ടാക്കണ്ടേ. ഞാനതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, ഫോട്ടോസാണ് എടുത്ത് വെച്ചത്. പിന്നെയാണ് ഞാൻ വ്ളോഗിൻ്റെ കാര്യം ഓർമ്മിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയിരുന്നു വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വൈകിട്ടായപ്പോൾ ഒരു കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, തലയ്ക്ക് വയ്ക്കാനുള്ള തലപ്പാവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി നിന്നപ്പോഴത്തേക്കാണ് അത് സംഭവിച്ചത്. വെളിയിൽ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒന്ന് മണത്തു. അങ്ങനെ ഞാൻ മൊബൈലിലെ ക്യാമറ ഓണാക്കി അങ്ങോട്ട് ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നടന്നതെല്ലാം അടിച്ച് സ്പ്രേ കുളിപ്പിച്ച് വെച്ചേക്ക് തലയോടെ. ഇത് എറിയത് കേട്ടാ വീഡിയോ അമ്മ അകത്തോട്ടിടാ പേടിച്ചോളാം. അമ്മ അവളെ കൂടെ കൊണ്ടുപോവാ. ചില പേടി കൊണ്ട് അത് കാണിച്ചു കൊടുക്കും.
രണ്ട് സൈഡിൽ കൂടെ പോയി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. എവിടെയൊക്കെ ഇരിക്കുന്നു നല്ല കാര്യമുണ്ട്. തെന്നാണ് അതങ്ങ് നീളത്തിൽ ഇടിച്ചത് അതിൽ നടന്നാ മതി. ഇനി എന്തെങ്കിലും പറക്കാൻ ഇതാക്കാൻ പോണോ? 6 മാസത്തെ ഇവ പറ്റിയ സിമ്പിള് എടുക്കാനോ അവിടുന്ന് നന്ദുവാമൻ പൊന്നൂസ് കിടിലും പാടും. 2, 1 സ്റ്റാർട്ട്. കറുത്തരെടുത്തിട്ടുണ്ട്. ബാക്കി എടുക്കിട്ട് അപ്പോൾ കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഈ ബർത്ത്ഡേയിൽ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് 2 കേക്ക് കട്ട് ചെയ്യുന്നത്. കാരണം എല്ലാ വർഷവും എനിക്ക് വിജിലേട്ടൻ കേക്ക് വാങ്ങി തരാറുണ്ട്. അപ്പോൾ ആ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ റെഡിയായിട്ടൊക്കെ നിന്നത്. അപ്പോഴായിരുന്നു ഇവരുടെ സർപ്രൈസ് എൻട്രി. അപ്പോൾ അവർ കൊണ്ടുവന്ന കേക്കും കൂടെ ചേർത്ത് 2 കേക്കാണ് ഞാൻ ഈ പ്രാവശ്യം മുറിച്ചത്. അതുമാത്രമല്ല വേറൊരു പ്രത്യേകതയും കൂടി എന്ന് പറയുന്നത് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അതെൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും അതിൻ്റെ എൻട്രി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്നൊരു സെൽഫി എടുത്ത് ബർത്ത്ഡേ അങ്ങ് കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.